BRC കണിയാപുരത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചങ്ങാതിക്കൂട്ടം 2026 എന്ന പരിപാടി ഇത്തവണ പോത്തൻകോട് ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ ഏറ്റെടുത്ത് നടത്തിയത് ശ്രദ്ധേയമായി. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന ദിയാരാജ് എന്ന വിദ്യാർത്ഥിനിയുടെ വീട്ടിലാണ് ഇത്തവണ ചങ്ങാതിക്കൂട്ടം എത്തിയത്. കണിയാപുരം BRC അധ്യാപകർ, സ്കൂൾ PTA അംഗങ്ങൾ, ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥിനികൾ എന്നിവരടങ്ങുന്ന വലിയൊരു സംഘം ദിയയുടെ വീട്ടിലെത്തി ഓണാശംസകൾ നേർന്നു. ഇതോടൊപ്പം ഓണക്കോടി, സമ്മാനപ്പൊതികൾ, വീട്ടിലേക്ക് ആവശ്യമായ പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഓണക്കാഴ്ചയായി നൽകി. ഓണപ്പാട്ടുകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയ്ക്കൊപ്പം മനോഹരമായ അത്തപ്പൂക്കളവും ഒരുക്കിയാണ് സഹപാഠിയായ ദിയയ്ക്കൊപ്പം കൂട്ടുകാർ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ നയന ഷമീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണിയാപുരം BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ മധുസൂദനക്കുറുപ്പ്, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി പ്രവീൺ, ഹെഡ് മിസ്ട്രസ് അനീഷ് ജ്യോതി, BRC ട്രെയിനർ ശോഭ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഷൈനി, സുരേഖ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കണിയാപുരം BRCയുടെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം ഭാഗമായിട്ടാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ വർഷം നമ്മൾ ദിയാരാജിന്റെ വീട്ടിൽ ഓണ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് സന്തോഷമായിട്ട് കരുതുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ മക്കളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, മാനേജ്മെന്റ് പ്രതിനിധികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ദിയാരാജിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ LVH സ്കൂളിന്റെ ആദ്യത്തെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കലാവിധത്തോടു കൂടിയാണ് കുട്ടികൾ എല്ലാവരും ഇവിടെ പങ്കാളിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ BRCയിൽ നിന്നുള്ള ടീച്ചേഴ്സ് ബുധനാഴ്ച ദിവസം ദിയയുടെ വീട്ടിലെത്തിയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മാത്രം പോരാ, നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ മഹോത്സവമാണ്. അതിൻ്റെ സന്തോഷവും സമൃദ്ധിയും എല്ലാം കൊണ്ടാട്ടം വരും ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നോണം നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിട്ട് മാറുന്നത് ഇന്ന് ദിയാരാജാണ്. അപ്പോൾ ദിയാരാജിൻ്റെ വീട്ടിലെത്തിയിട്ട് ഇത്ര നല്ല രീതിക്ക് ഗംഭീരമായിട്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഓണം ആഘോഷിക്കാൻ സാധിച്ചതിൽ LVH ടീമിൻ്റെ പ്രത്യേകം നന്ദി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഓണാഘോഷം ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ്. ഈ 10 ദിവസം കൂടി ഓണത്തിനുണ്ടെങ്കിലും ദിയാരാജിൻ്റെ വീട്ടിൽ നിന്നാണ് ഓണാഘോഷം LVHSലെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. അതിന് സമൃദ്ധമായ ഓണം ആഘോഷിക്കാൻ നമുക്ക് ഇത്തവണ കഴിയില്ല. കാരണം കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആകമാനമുണ്ട്. മഴക്കെടുതിയും മറ്റുമൊക്കെ ആയിട്ട് ഒട്ടേറെ ദുരിതം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് വളരെ ആഘോഷപൂർവ്വം നാം കൊണ്ടാടുന്നതാണ്. ചങ്ങാതിക്കൂട്ടം എന്ന പരിപാടിയുമായിട്ടാണ് നമ്മളിവിടെ ദിയാരാജിന്റെ വീട്ടിലെല്ലാവരും കൂടിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു അവസരമാണ് ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ 9A നമ്മുടെ ദിയാരാജ് പഠിക്കുന്നത്. 9A കൂട്ടുകാരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷം. മധുസാറ് സൂചിപ്പിച്ച പോലെ ഇപ്രാവശ്യം നമ്മൾ ഓണം ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ്. ഏറ്റവും സന്തോഷകരമായിട്ടൊരു അവസരമാണ്. കാരണം നമുക്കൊരു പക്ഷേ ഓടി നടന്ന് സ്കൂളിലെത്താൻ വീട്ടിൽ വന്ന് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി വന്ന് ഇത്രയും സമ്മാനങ്ങളും ഒക്കെ നൽകി HM ഉൾപ്പെടെ എല്ലാവരും കൂടി വന്ന് ഇവിടെ ഈ ഒരു ആഘോഷം നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ പങ്കാളികളാവാൻ പറ്റിയ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഈ ഓണം ഇവിടെ ആരംഭിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. കാരണം ക്ലാസ് മുറികളിലേക്ക് കടന്നു വന്ന് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വീടിനുള്ളിലായി ഒതുങ്ങിപ്പോകാതെ ആ മക്കളെയും സ്നേഹിക്കുവാനും കരുതുവാനും അവരുടെ മനസ്സിലും നന്മയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റേതുമായിട്ടുള്ള ഓണത്തെക്കുറിച്ച് ആശംസിക്കുവാനായി സഹപാഠികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ഒപ്പം BRC സഹപ്രവർത്തകരുമായി ഒരുമിച്ച് കൂട്ടുകാരുമായി പ്രിയ മകളുടെ വീട്ടിലേക്ക് കടന്നു വരുവാനും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പ്രിയ ദിയ മോൾക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാ ഐശ്വര്യങ്ങളുടെയും വിദ്യാഭ്യാസത്തോടു കൂടെയുള്ള എല്ലാവിധ ഓണാശംസകളും അർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് എനിക്ക് ദിയാരാജിന് ഞാൻ LVHSലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് ഹോം ബേസിന് കിട്ടിയ കുട്ടിയും ദിയാരാജായിരുന്നു. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവരുടെ വീട്ടിൽ വരാറുണ്ട്. ഇപ്പോൾ LVHSന്റെ ചാർജ് എടുക്കുന്നത് സുരേഖ ടീച്ചറിനാണ്. എങ്കിലും ഹോം ബേസ് ബുധനാഴ്ചകളിൽ ഞാൻ തന്നെയാണ് അവരുടെ ക്ലാസ് എടുക്കുന്നത്. വളരെ മിടുക്കിയാണ്. ചിത്രം കളർ ചെയ്യാനും എഴുതാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊന്ന് പാട്ട് പാടാറുണ്ട്. ഒക്കെ നല്ല മിടുക്കി കുട്ടിയാണ്. പിന്നെ അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവളുടെ സ്നേഹനിധിയ ഒരു അച്ഛനും അമ്മയും. എന്ത് വേണോ അവൾക്ക് വേണ്ടി എന്ത് വേണോ ചെയ്യും. അവളുടെ കൂടെ അത്രയും കെയർ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. ബഹുമാനീയനായ സ്കൂൾ പ്രതിനിധി സാറ്, പിന്നെ എൻ്റെ മോളെ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാ കുട്ടികളും ഇന്ന് ഓണം എല്ലാവർക്കും
വളരെ ഞാൻ പറയാം എന്തെന്നറിയാമോ, നല്ല ഒരു ക്യാരിയറാണ് എൻ്റെ കുട്ടികളെ ഞാൻ അത് നിങ്ങൾ ചങ്ങാതിക്കൂട്ടം പരിപാടി നമ്മുടെ ദിയാരാജിന്റെ വീട്ടിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിയയ്ക്ക് ഓണ സമ്മാനങ്ങളൊക്കെ കിട്ടി വളരെ സന്തോഷമായെന്ന് കരുതുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നവർക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എല്ലാവർക്കും ഹാപ്പി ഓണം പറ. ആ ഓണം പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. സുഖം, ഹാപ്പി ഓണം. LVHS ടീമിന്റെ ചങ്ങാതിക്കൂട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ദിയാരാജിന്റെ വീട്ടിലാണ് എത്തിയത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഓണം നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു മഹോത്സവമാണ്. അതില് നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഈ ഓണത്തില് ദിയയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ LVHSന്റെ ഓണം ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. അവരുടെ കൂട്ടുകാരെല്ലാവരും ഇവിടെ എത്തി, ടീച്ചേഴ്സ് എല്ലാവരും എത്തി. എന്നിട്ട് അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് മനോഹരമായിട്ടൊരു അത്തം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു. അതോടൊപ്പം കുട്ടികൾ അവതരിപ്പിച്ച ഓണപ്പാട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു നൃത്തസന്ധ്യ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടും വളരെ സന്തോഷത്തിലാണ് ഇന്ന് ദിയ, അല്ലേ? ഹാപ്പി ആയോ? ഹാപ്പി, കണ്ടോ? ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ LVHS സ്കൂളിന്റെ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. റിപ്പോർട്ടർ ശാന്തിലാൽ മുരുക്കുമ്പുഴ.